മഹത്വം ഉണ്ടാകട്ടെ. MBAയുടെ ആഭിമുഖ്യത്തിൽ കേംബ്രിഡ്ജിൽ ഇപ്രകാരം ഈ സന്ധ്യയുടെ വേളയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ കൂടി വരുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഭാരവാഹികളായിട്ട് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട എല്ലാ ദൈവദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണല്ലോ നമ്മൾ പ്രാർത്ഥനയോടെ ഇപ്രകാരം കൂടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ MBA ആരംഭിച്ച ആ കാലഘട്ടം മുതൽ ഇതുവരെയും നോക്കിയാൽ ഈ സുവിശേഷത്തെ ഈ ഇംഗ്ലണ്ടിൽ ഉയർത്തുവാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവോടെ നിയോഗത്തോടെ കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വലിയ തിരഞ്ഞെടുപ്പ് അനുസരിച്ച് ദൈവം ഇതിൻ്റെ പിന്നിൽ വിലപ്പെട്ട ദൈവത്തിൻ്റെ ഭൃത്യന്മാരെ അതാത് സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ നിറവോടുകൂടെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അനുഭവങ്ങൾക്കും നല്ല അവസരങ്ങൾക്കുമായി ഞാൻ വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ സമയം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാൻ ദൈവം ഇടവരുത്തിയല്ലോ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചന ചിന്തകൾ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിങ്ങൾ ആരാണ് എന്നുള്ള ചിന്ത, നിങ്ങൾ ആരല്ല എന്നുള്ള ചിന്തയും കൂടെ അതിൻ്റെ പുറകിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ആ വചന കേൾവിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടവരുത്തിക്കൊണ്ടിരുന്നല്ലോ. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ലോകത്തിൻ്റെ ഉപ്പാണ് എന്നുള്ള കാര്യം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഓർപ്പിച്ചുണർത്തിയ അനുഗ്രഹിക്കപ്പെട്ട ചിന്ത ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ കർത്താവിൻ്റെ ദാസൻ നമുക്ക് കൈമാറുവാനിടയായി തീർന്നല്ലോ. അതുകൊണ്ട് കർത്താവ് വരുന്നതുവരെയും ദൈവം നമുക്ക് തരുന്ന ആയുഷ്കാലം ഈ രാജ്യത്ത് നാം ആയിരിക്കുമ്പോൾ ഈ ഇംഗ്ലണ്ടിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം ഉയർത്തുവാൻ, യേശുവിനെ ഉയർത്തുവാൻ, യേശുവിനെ ഈ രാജ്യത്ത് ഉയർത്തി കാണിക്കുവാൻ ദൈവം മലയാളി പെന്തിക്കോസ്തൽ അസോസിയേഷനിലൂടെ അതിൻ്റെ ഭാരവാഹികളിലൂടെ ഇതിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കളിലൂടെയും ദൈവം അതേ അവസരം തരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവോടെ അതിനു വേണ്ടി ആവോളം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം തന്നെ മക്കളെ അതേ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഫിലദൽഫിയ സഭയോട് ദൂത് പറയുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. കാരണം ഇത് തുറന്നു വച്ചിരിക്കുന്നത്, ഈ വാതിൽ തുറന്നു തന്നിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് വേറെ മനുഷ്യരാരുമല്ല, സ്വർഗമാണ്, സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ദൈവം നമുക്കൊരു വാതിൽ തുറന്നു തന്നിരിക്കുക ഈ MBAയിലൂടെ. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി? നമ്മളെ ആരെ ഉയർത്താനല്ല, സംഘടനകളെ ഉയർത്തുവാനല്ല, സഭകളെ ഉയർത്തുവാനല്ല, ഏതെങ്കിലും മനുഷ്യരെ ഉയർത്തുവാനല്ല, യേശുവിനെ ഉയർത്തുവാൻ. 2016 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം മഹത്വം പെട്ട് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവൻ്റെ അവസാന രക്തം വരെ ഊറ്റിത്തന്ന് ഹല്ലേലൂയ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവനാകുന്നു, ഞാനാണ് സത്യദൈവം എന്ന് വെളിപ്പെടുത്തി തന്നു പറഞ്ഞ ശേഷം ഈ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് പോയതുപോലെ മടങ്ങി വരും. അവൻ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. അതിൻ്റെ സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ മടങ്ങി വരവിൻ്റെ മാറ്റൊലി നാം കേൾക്കുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ തലകളെ ഉയർത്തുക. ഇതൊക്കെയും കാണുമ്പോൾ, ഇതൊക്കെയും അറിയുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ ദുരുപദേശവും ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഓർത്തോളണം, നമ്മുടെ പ്രാണപ്രിയം മടങ്ങി വരാൻ സമയമായി. നമുക്ക് വേണ്ടി ജീവൻ തന്നവൻ, നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായവൻ മടങ്ങി വരുവാൻ സമയമായി. ദൈവസഭയുടെ പ്രത്യാശയുടെ ഹല്ലേലൂയ പൊൻപൊലിൽ അവനെ നാം നേരിട്ട് കാണുവാനുള്ള സമയം
ആസന്നമായി കൊണ്ടിരിക്കുകയാ. അവനെ നാം താമസമിനാ നേരിൽ കാണുവാൻ പോകുകയാ. അവന്റെ തേജസ്സുള്ള മുഖം നാം കാണുവാൻ പോകുകയാ. ക്രൂശിക്കപ്പെട്ട കർത്താവ് ക്രൂശിക്കപ്പെട്ടവനായല്ല കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. തേജോരൂപിയായവൻ, രാജാതിരാജാവായവൻ, സർവശക്തനായവൻ, ഹല്ലേലൂയ, തേജസ്സിൽ വെളിപ്പെടുവാൻ നമ്മുടെ കർത്താവ് എത്രയും വേഗം മടങ്ങി വരുവാൻ പോകുകയാ. അതിനായി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കേംബ്രിഡ്ജ് ദൈവസഭയിലെ പ്രിയപ്പെട്ടവരെ മുൻപോട്ട് കടന്നു വന്നിപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾക്കും ഭാഗവാക്കാകുവാൻ സഹായിച്ച കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് ദൈവം തന്നതായ ഒരു ആശയം എന്ന് പറഞ്ഞാൽ, ക്രൂശ് കൂടാതെ ഒരു ഉണർവ് സാധ്യമല്ല. ഒരുവൻ്റെ ജീവിതത്തിൽ ഉണർവ് ആരംഭിക്കുന്നത് അവൻ ക്രൂശിനോട് അടുക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ലഭിച്ചതായ ഈ ടൈം സ്ലോട്ട് ഞങ്ങൾ 3 പാട്ടുകൾ പാടാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സോളോയും പിന്നെ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ 2 പാട്ടുകൂടെ ചേർന്ന് പാടാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഞങ്ങൾക്ക് ലഭിച്ചതായ ഈ ടൈം സ്ലോട്ടിൽ ഞങ്ങൾ ക്രൂസിനെ ഉയർത്തുന്ന പാട്ടുകളാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ക്രൂസിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. സ്തോത്രം. ദൂതന്മാർക്ക് ലഭിക്കാത്ത അനുഭവമാണ് ദൈവം മനുഷ്യരായ നമുക്ക് സ്തോത്രം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ക്രൂസിൽ കൂടിയുള്ള രക്ഷയെ ഉയർത്തി കാണിക്കുവാൻ, ക്രൂസിനെ ഉയർത്തുവാൻ ആദ്യമായിട്ട് കാൽവരി കുന്നിൽ എന്നുള്ള ഗാനം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ജീവനേകുവനായന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീ എന്നാശയെന്നുമേ. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി. അന്നു ജീവനേകുവനായന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീ എന്നാശയെന്നുമേ. കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകൾ ഏറി, മനസ്സിരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകൾ ഏറി, മനസ്സിരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകൾ ഏറി, മനസ്സിരകളിൽ എന്നും വാഴുവാനായി. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി. അന്നു ജീവനേകുവനായന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീ എന്നാശയെന്നുമേ.
കാൽവരിക്കുന്നിൽ കരമുയരുന്നേ നാഥ, കറകൾ മാറ്റണമേ, കരളലിയണമേ നാഥ, കനിവു തോന്നണമേ. കരമുയരുന്നേ നാഥ, കറകൾ മാറ്റണമേ, കരളലിയണമേ നാഥ, കനിവു തോന്നണമേ. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി. അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീ എന്നാശയെന്നുമേ. കാൽവരിക്കുന്നിൽ കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നു. ഇത് വിശ്വസിക്കുന്നവർക്കുമാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. ഇത് വിശ്വസിക്കുമ്പോഴാണ് ക്രൂശിൻ്റെ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്നത്. യോഹന്നാൻ്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലകളാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ആമേൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്, സ്തോത്രം, ഇതിന് യേശുവിൻ്റെ രക്തത്തെക്കാൾ വിലമതിക്കുന്നതായിട്ട് യാതൊന്നും തന്നെ ലോകത്തിലില്ല. സ്തോത്രം. ഈ ലോകം തന്നെ അവൻ സൃഷ്ടിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ക്രൂശിൻ്റെ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ, അതിനോടടുക്കുവാൻ, യേശുവിൻ്റെ രക്തത്തിൽ, ആമേൻ, യേശുവിൻ്റെ രക്തത്തിൽ കുളിച്ച് ശുദ്ധിയായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ അടുത്തായിട്ട് പാടുന്ന പാട്ട് ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ എന്നുള്ള ഗാനമാണ്. നമുക്ക് ചേർന്ന് സ്തോത്രം ഞങ്ങൾ പാടുമ്പോൾ അറിയാവുന്നവർക്ക് കൂടെ പാടുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. കർത്താവിന് സ്തോത്രം. യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപാ തന്നിൽ ശുദ്ധിയായോ നീ. കുളിച്ചോ രക്ഷകൻ പക്ഷത്തോതി ശുദ്ധിയായി നടന്നിടുന്നത്, കുശരിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുകേ.
കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നു. ദൈവം നമ്മളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതുകൊണ്ട് സ്തോത്രം, നമുക്ക് പകരം കൊടുക്കുവാൻ ആരാധന മാത്രമേ ഉള്ളൂ. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് സ്തോത്രം, ആമേൻ, അവനെ സ്തുതിക്കുക, അവൻ്റെ ഭക്തന്മാർ അവനെ ആരാധിക്കുക. സ്തോത്രം. അവന് സ്തുതി കൊടുക്കുക, മഹത്വം കൊടുക്കുക, ഹല്ലേലൂയ പാടുക. സ്തോത്രം. ഈ ഉദ്ദേശത്തോടു കൂടി ഞങ്ങളുടെ അടുത്ത ഗാനം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്തോത്രം, പരിശുദ്ധൻ മഹോന്നത ദേവൻ എന്നുള്ള ഗാനമാണ്. സ്തോത്രം. സ്തോത്രം. അടുത്ത കേട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് പാടാവുന്നതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധൻ മഹോന്നത ദേവൻ. Sword